പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷീര കർഷകർ. ലിറ്ററിന് 3 രൂപയിലധികം ലഭിക്കുന്നത് താൽക്കാലിക ആശ്വാസമെന്നാണ് ക്ഷീര കർഷകയായ ഇടുക്കി വളകോട് സ്വദേശി റീന പറയുന്നത്. എന്നാൽ പാലിന് വില കൂടിയതോടെ കാലിത്തീറ്റയ്ക്കടക്കം വില വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്കയും കർഷകർക്കുണ്ട്. തീറ്റയുടെ വില കൂട്ടാതിരിക്കാൻ സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് പാലിന്റെ വില ലിറ്ററിന് 4 രൂപ കൂട്ടി എന്ന വിവരം പുറത്തു വരുന്നത്. കർഷകർക്ക് 3 രൂപ 30 പൈസ, അതായത് 3 രൂപ പരമാവധി ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക്, കർഷകർക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മളുള്ളത് വളകോടിലെ റീന ചേച്ചിയുടെ പശു ഫാമിലാണുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ എത്ര പശു ഉണ്ട് ഇവിടെ? ഇപ്പം നമുക്ക് പശു 10-20 എണ്ണം ഉണ്ട്. കറവയുള്ളത് 15 എണ്ണം. ഇത്രയും പശുക്കളുണ്ട്. പിന്നെ കുറേ കിടാക്കളും ഉണ്ട്. ഇപ്പോഴത്തെ ഈ 46 രൂപയൊക്കെ ഒരു ലിറ്ററിന് ലഭിക്കുന്നുണ്ട്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ലാഭകരമാണോ? വലിയ ലാഭകരമൊന്നുമല്ല. കച്ചിയുടെയും തീറ്റയുടെയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല. അല്ലറ ചില്ലറ പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വില കൂട്ടിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. 3.5 രൂപ കൂട്ടും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ 3 രൂപ കൂട്ടുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുമോ? ഓക്കയ്ക്ക് ഇതിനൊന്നും വില കൂട്ടിയില്ല, വലിയ കുഴപ്പമില്ലാതെ പോകാം. കൂട്ടിയാൽ പാടായിരിക്കും. ഇപ്പോൾ ഓക്കയ്ക്ക് ഒരു ചാക്കിന് എത്ര രൂപ വരുന്നത്? ഒരു 50 കിലോയുടെ ചാക്കിന്? സുപ്രീമിൻ്റെ ചാക്കിന് 1650 രൂപ വരും. ഒരു ചാക്ക് 50 കിലോ ചാക്കിന്. കൂടാതെ ഈ പൊടിയും പിണ്ണാക്കും പിണ്ണാക്കൊരു ചാക്ക്, അങ്ങനെയെല്ലാം മിക്സ് പൊടി അങ്ങനെല്ലാം കൂടെ കൂട്ടുമ്പോൾ വലിയ ലാഭമൊന്നുമില്ല. വെള്ളം ഞങ്ങൾക്ക് മേടിക്കണം. ഒരു ദിവസം 800 രൂപയുടെ വെള്ളം മേടിക്കണം. ഈ വർഷകാലത്ത് ഇവിടെ ഉണ്ട്. അപ്പം വെള്ളം മേടിക്കണം, കറവക്കാരനെ വെക്കണം. ഇപ്പോൾ കച്ചി കുറച്ച് നാൾ കച്ചി മേടിക്കണം, കുറച്ച് നാൾ പുല്ലുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പശുവിൻ ഈ തീറ്റയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭമില്ല. കഷ്ടിച്ചങ്ങ് കടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ലാഭകരമായിട്ട് വളർത്തണമെങ്കിൽ കുറച്ച് സബ്സിഡി എങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ലോണ് കിട്ടണം. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ലോണും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം പൈസയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് ഇത്രയും. ഇത് വളർന്നു പോകണമെങ്കിൽ കുറച്ചൊക്കെ സഹായം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണം, അല്ലാതെ രക്ഷപ്പെടാൻ പാടാ. ഈ പാല് കൊടുക്കുന്ന കൂടാതെ ചാണകമൊക്കെ പുറത്ത് കൊടുക്കുന്നുണ്ടോ? പുറത്ത് അങ്ങനെ എടുക്കാൻ ആളില്ല. ഇപ്പോൾ ടൗൺ ഏരിയ അല്ലാത്തതുകൊണ്ട് ചാണകം എടുക്കാനൊന്നും ആൾക്കാരില്ല. വല്ലപ്പോഴും ഒരു ശകലം വെല്ലം കൊടുത്തെങ്കിലുള്ളൂ. ബാക്കി മുഴുവൻ ഇതിലെ നഷ്ടപ്പെട്ടുകൊണ്ട് പോവുക. ഈ പാലിന്റെ വില കൂട്ടുന്ന സമയത്ത് തന്നെ അതിന് പിന്നാലെ തന്നെ ഈ സാധന സാമഗ്രികൾ, അതായത് പിണ്ണാക്ക്, ഓക്കെ അല്ലെങ്കിൽ പൊടി, അങ്ങനെയുള്ള സാധനങ്ങളുടെ വില കൂട്ടാറുണ്ടെന്നാണ് ഈ കർഷകർ തന്നെ പറയുന്നത്. വരും ദിവസങ്ങളിൽ 3 രൂപ കൂട്ടുമെന്ന് പറയുമ്പോഴും ബാക്കി ഈ പശുവിന് തീറ്റയുടെ വില കൂടിയില്ലെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽപ്പുള്ളൂ, അതിൻ്റെ ഗുണം ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കർഷകർ തന്നെ പറയുകയും ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ റീനയുടെ പശു ഫാമിൽ എത്തിയപ്പോൾ ഈ കർഷകർ തന്നെ നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.